ഹലോ. ശേഷം മൈക്കിൾ ഫാത്തിമ. ഡയറക്റ്റഡ് ബൈ മനു സി കുമാർ. ആകാശം സ്വപ്നം കാണാൻ പറയുന്നോർ അങ്ങോട്ടെത്താനുള്ള പടി ഇമ്മളെന്നെ കെട്ടണമെന്ന് പറയൂല. ഫാത്തിമയുടെ ഈ വാക്കുകൾക്ക് ഒരു ഉറപ്പുണ്ട്, നിശ്ചയദാർഢ്യത്തിന്റെ. ആകാശം സ്വപ്നം കാണുകയും അതിലേക്ക് കയറിപ്പോകുകയും ചെയ്തവർ ഒരുപാടുണ്ട്. അവരെല്ലാവരും തന്നെ ലക്ഷ്യബോധത്തിന്റെ, നിശ്ചയദാർഢ്യത്തിന്റെ, സഹനത്തിന്റെ, ഒടുങ്ങാത്ത ആഗ്രഹത്തിന്റെ പടികൾ ചവിട്ടിക്കയറിയവരാണ്. കഴിവുണ്ടായിട്ടും ജീവിതത്തിൽ പതറിപ്പോയ വാപ്പ. നമ്മളെക്കൊണ്ട് കൂട്ടിയാ കൂടൂല എന്ന വാപ്പാടെ പതിവ് പല്ലവി കേട്ട് തളർന്നു പിന്മാറുന്ന കാക്ക. ഇവരുടെ ഇടയിൽ നിന്നാണ് ഫാത്തിമ കുതിച്ചു കയറിയത്. ഒരു സ്വപ്നത്തിന്റെ പിറകെ ചേസ് ചെയ്ത് അതിനെപ്പറ്റി കൂടുതൽ അറിവ് നേടി ഒരേ ലക്ഷ്യത്തോടെ അതിനുവേണ്ടി പരിശ്രമിച്ച് വിജയം നേടിയ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പെൺകുട്ടികൾ, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പരിമിതികളെപ്പറ്റി സിനിമ എടുത്തു കാണിക്കുന്നുണ്ട്. സ്വന്തം ആശയങ്ങളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ തുറന്നു പറയുന്നതിന്, അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിന് ഇന്നും അവൾക്ക് വിലക്കുകളുണ്ട്. പഠിപ്പിന്റെ കാര്യമായാലും വിവാഹമായാലും ഇതാണ് നിനക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞ വീട്ടുകാരുടെ ചോയ്സുകളുണ്ട്. പെണ്ണുകാണൽ ചടങ്ങ് കാണിച്ചിരിക്കുന്നത് ഇത്തിരി അതിശയോക്തിപരമായി തോന്നി. കല്യാണി പ്രിയദർശൻ രസകരമായി തന്നെ ആ ക്യാരക്ടറിനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കല്യാണി നല്ല ക്യൂട്ടാണ്. കമന്ററി പറയുന്നതൊക്കെ കൊള്ളാം, രസമായിട്ടുണ്ട്. എനിക്ക് ആ വീട് നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ച് അടുക്കളയും ഡൈനിങ് ഹോളും ഒക്കെ. നല്ലൊരു കാക്കയും ഉപ്പയും ഉമ്മയും വെല്ലിമ്മയും ഒക്കെയുള്ള ഒരു കൊച്ചു വീട്. ധർമ്മസങ്കടത്തിലായി പോകുന്ന ഉപ്പയെ സുധീഷ് നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു ഉമ്മയും വെല്ലിമ്മയും കാക്കയും ഒക്കെ റിലേറ്റബിൾ ആണ്. ഇടയ്ക്ക് ക്രിഞ്ച് അടിപ്പിക്കുന്ന ഡയലോഗുകളും സീനുകളും കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഇത് മനസ്സിന് സുഖം തരുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന സിനിമ. ഷഹീൻ സിദ്ദിഖിന്റെ സോളമൻ എനിക്കിഷ്ടമായി. ഷഹീന്റെ നടപ്പിലൊക്കെ ഒരു കായിക താരത്തിന്റെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. മാലാപാർവതി ഇതുവരെ കാണാത്ത ഒരു ഗെറ്റപ്പിലാണ്. ഗൗതം വാസുദേവ്, സാബുമോൻ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു എന്ന കോട്ടോടു കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നമുക്ക് അതിൻ്റെ പിറകെ പായാം. ഉത്സാഹത്തോടെ, ലക്ഷ്യബോധത്തോടെ, ഒരിക്കലും തളർന്നു പോകാതെ നമ്മൾ അത് നേടുന്നതുവരെ. അവസാനം ഫാത്തിമയുടെ സന്തോഷം നോക്കിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതെല്ലാം തുടങ്ങിവെച്ച, എല്ലാത്തിനും കൂടെ നിന്ന കാക്കയെ കാണാത്തതിൽ വിഷമം തോന്നി. എന്താണ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.